ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? പലരും ചോദിക്കുന്നു, യുദ്ധം അവസാനിച്ചതാണല്ലോ, പിന്നെയും പിന്നെയും എന്താണ് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്? ഇത് കഴിഞ്ഞില്ലേ എന്ന്. പലപ്പോഴും പല ആളുകൾക്കും ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത്, നമുക്കറിയാവുന്നതുപോലെ അകാരണമായി ഇസ്രയേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാനിൽ ഒരു ആക്രമണം നടത്തുന്നു. അതിനുശേഷം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ 8ഓളം വരുന്ന 6 GCC രാജ്യങ്ങളടക്കം ഇസ്രയേലും ജോർദാനിലുമടക്കം ഈ 8ഓളം വരുന്ന രാജ്യങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണം എന്ന് തന്നെ പറയാം. ഈ UAE-യിലും അതുപോലെ തന്നെ ഇസ്രയേലിലും ബഹ്റൈനിലും കുവൈത്തിലും അതിശക്തമായ ആക്രമണം തന്നെയാണ് ഇറാൻ നടത്തിയത്. അതായത്, ഇതിന്റെ വ്യാപ്തി അറിയിക്കുന്നത്, ഇതുവരെ യുക്രൈനും റഷ്യയും യുദ്ധം നടത്തിയപ്പോൾ റഷ്യയുടെ മിസൈലുകളെയും ഡ്രോണുകളെയും തടയുവാൻ വേണ്ടി യുക്രൈനിൽ അമേരിക്ക എത്ര പാട്രിയോട്ട് മിസൈലുകൾ, വ്യോമ പ്രതിരോധ സംവിധാന മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഏറെയാണ് 1.5 മാസത്തെ ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കക്ക് ഉപയോഗിക്കേണ്ടി വന്നത്, അവരുടെ സഖ്യരാജ്യങ്ങളിലും മറ്റുമൊക്കെ ഉപയോഗിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വ്യാപ്തി അറിയിക്കുന്നത്. അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തുമ്പോൾ അമേരിക്കക്കും ഇസ്രയേലിനും ഇറാനിൽ എത്ര ആയുധങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ, അവരുടെ ശേഷി എത്രയാണെന്ന കാര്യത്തിൽ അവർക്കൊരു കൃത്യമായ അളവുകോലില്ല, ഒരു നിജസ്ഥിതിയില്ല, അറിവില്ല എന്നുള്ളതാണ് ഈ യുദ്ധത്തിൽ എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തലിലേക്ക് എത്താൻ വേണ്ടി ട്രംപ് നിർബന്ധിതനായത്. അതായത്, പാകിസ്ഥാൻ മുഖേന പല രാജ്യങ്ങൾ മുഖേനയും ഇറാനെ ബന്ധപ്പെടുകയും അവസാനം പാകിസ്ഥാനെ നിർബന്ധിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടി വന്ന അവസ്ഥ ലോക പോലീസിനുണ്ടായത് ഈ ഒരു രീതി കൊണ്ടാണ്. ഇറാന് എന്ത് കഴിയും, ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു, ലോഞ്ചറുകൾ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നൊക്കെ തവണകളായി പറയുകയും വലിയ വലിയ ഭീഷണികൾ മുഴക്കുകയും ചെയ്തിട്ടും ഇറാനോട് വെടിനിർത്തലിന് കേഴേണ്ടി വന്നു. ഈ വിഷയങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. ദുർബലമാണെങ്കിലും പാകിസ്ഥാൻ ഇടനിലക്കാരനായിക്കൊണ്ട് അമേരിക്കയും ഇസ്രയേലും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറുണ്ടായി. അത് ദുർബലമായ വെടിനിർത്തലാണ്. അതിൽ ചർച്ചകൾ നീണ്ടു പോയി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഭീഷണികൾ തുടർന്നു. ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ആക്രമിച്ചുകൊണ്ടും ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് കൃത്യമായി അറിയാത്ത ഒരേ ഒരു വ്യക്തി ലോകത്തുള്ളത് അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മാത്രമാണ്. അദ്ദേഹം ആക്രമണത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ഭീഷണികൾ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇറാൻ പറഞ്ഞു, ഒരു ഭീഷണിയിലും ഞങ്ങൾ വീഴുന്ന പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയിട്ടല്ലാതെ, ഞങ്ങളെ ആക്രമിച്ചവരെ തിരിച്ചാക്രമിച്ചിട്ടല്ലാതെ, ഞങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചിട്ടല്ലാതെ, ഞങ്ങളെ പരിഗണിക്കുന്ന രീതിയിലുള്ള ഒരു കരാറിലേക്കല്ലാതെ ഞങ്ങൾ ഒപ്പിടുകയില്ല എന്ന് ഇറാൻ തീർത്തു പറഞ്ഞു എന്നുള്ളതാണ്. അമേരിക്കയും ഇസ്രയേലും യുദ്ധം തുടങ്ങിയത് മുതൽ ഹോർമുസ് കടലിടുക്കിൽ ഒരു വലിയ ബ്ലോക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഈ യുദ്ധം ലോകത്തെ ബാധിക്കുന്നത് ഹോർമുസ് അടച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ അമേരിക്കക്കാർ പോലും ട്രംപിന് എതിരായി, അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ യുദ്ധം വേണ്ടതില്ല, ആവശ്യമില്ല എന്ന പക്ഷക്കാരാണ്. അമേരിക്കയിൽ പോലും സാമ്പത്തികമായ പ്രത്യാഘാതങ്ങളും സാമ്പത്തിക ഭൂമികുലുക്കവും ഉണ്ടായ ഒരു യുദ്ധമാണ് ഇറാൻ യുദ്ധം എന്ന് പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം UN പറയുന്നത് ഇറാൻ അമേരിക്ക യുദ്ധം ലോകത്ത് പട്ടിണി മരണങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതായത്, ഭക്ഷ്യസാധനങ്ങൾക്ക് വലിയ വില വർധനവാണ് ലോകരാജ്യങ്ങളിലുണ്ടായത്. ഒരിടത്തും രണ്ടിടത്തുമല്ല, നമ്മുടെ ഇന്ത്യയിൽ പോലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എത്തരത്തിലാണ് ഉണ്ടാവുന്നതെന്ന് നാം നോക്കിക്കാണുകയാണ്. അതിനിടക്ക് ദുർബലമായ ഒരു വെടിനിർത്തൽ കരാറിലൂടെ US-ഉം ഇറാനും മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ IRGC പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങൾക്ക് തുടക്കം, അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും ഇറാൻ ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് IRGC പറയുന്നത്, ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ ഹോർമുസ് കടലിടുക്ക് വഴി ഒരു കപ്പലും കടന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. ആ ഞങ്ങളുടെ നിയന്ത്രണം ഭേദിച്ചുകൊണ്ട് അമേരിക്ക കപ്പലുകളെ കടത്തിവിടാൻ, അമേരിക്ക കപ്പലുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചതോടുകൂടെയാണ് ഈ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ഇറാൻ തടയിടുകയും ഇറാൻ അതിനെ ആക്രമണം നടത്തുകയും ചെയ്തു. ആ ഒരു സമയത്ത് ഇറാന്റെ പല സംവിധാനങ്ങളെയും
മിസൈൽ ലോഞ്ചറുകളും മിസൈൽ സംവിധാനങ്ങളും ഞങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക രംഗപ്രവേശനം നടത്തുകയും അതിന് പ്രത്യാക്രമണം എന്നോണം ഇറാൻ ആക്രമണം നടത്തുകയും പിന്നീട് ഇക്കഴിഞ്ഞ ദിവസം സെന്റുകോം പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇറാന്റെ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്ന റഡാർ സംവിധാനങ്ങൾ, അതായത് ഇറാന്റെ തന്ത്രപ്രധാനമായ ദ്വീപുകളിൽ സ്ഥാപിച്ചിട്ടുള്ള റഡാർ സംവിധാനങ്ങളെ ഞങ്ങൾ ആക്രമിച്ചു എന്നാണ് സെന്റുകോം പറഞ്ഞത്. ഇതിന് പകരമായി 9ഓളം വരുന്ന മിസൈൽ ആക്രമണങ്ങളാണ് ബഹ്റൈനിലും കുവൈത്തിലും നടത്തിയത്. കഴിഞ്ഞ ദിവസം കുവൈത്തിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പോലും ഇറാൻ ആക്രമണം നടത്തി. പക്ഷെ ഞങ്ങളല്ലെന്നാണ് ഇറാൻ പറയുന്നത്. ഏതായാലും അതിലെ വ്യക്തത, കുവൈത്ത് വിശ്വസിക്കുന്നത് ഇറാൻ തന്നെ ആക്രമണം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒരു വെടിനിർത്തൽ കരാറിൽ കൃത്യമായി നിലകൊള്ളുവാനോ ക്ഷമയോടുകൂടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ അമേരിക്കക്ക് കഴിവില്ല എന്നാണ് ഇറാൻ പറയുന്നത്. മേഖലയിലെ അമേരിക്കൻ ബേസുകളെ ഞങ്ങൾ ലക്ഷ്യമിടും, അമേരിക്കക്കാരെ മേഖലയിൽ നിന്ന് തുരത്തുന്നതുവരെ യുദ്ധം എന്ന് വിവിധ തവണകളായി ഇറാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ US ഭീഷണികൾക്കോ US ആക്രമണങ്ങൾക്കോ കീഴ്പ്പെടുത്താൻ ഇറാൻ പോലെയുള്ള സാമ്പത്തികമായി തകർന്നടിഞ്ഞിട്ടുള്ള, വർഷങ്ങളായി ഉപരോധങ്ങളിൽ നിന്നിട്ടുള്ള ഈ ഒരു രാജ്യത്തെ പോലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു വലിയ വിഷമത്തിലാണ് ലോകത്തെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായ അമേരിക്കയും അതുപോലെ തന്നെ കൂട്ടാളിയായ ഇസ്രയേലും എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന. കാരണം ഹോർമുസ് കടലിടുക്ക് തുറക്കുവാനോ ഹോർമുസിൽ ആധിപത്യം സ്ഥാപിക്കുവാനോ മാസങ്ങളായി ശ്രമിച്ചിട്ടും അമേരിക്കക്ക് കഴിയുന്നില്ല എന്നുള്ളത് അമേരിക്കയുടെ ഏറ്റവും വലിയ പരാജയമാണ്. ലോകത്തെ ഏറ്റവും വലിയ ആണവശക്തിയോട് ഇത്രയും രീതിയിൽ പിടിച്ചു നിന്നത് ഞങ്ങളുടെ വലിയ വിജയമാണെന്നാണ് ഇറാൻ പറയുന്നത്. അപ്പം ദുർബലമായ ഒരു വെടിനിർത്തൽ കരാറിൽ നിന്ന് നടുവിലും അമേരിക്കയുടെ ചില ആക്രമണങ്ങൾ ചെല്ലുന്നത് കൊണ്ടാണ് ഇറാൻ ഇത്തരത്തിൽ അമേരിക്കൻ സഖ്യരാജ്യങ്ങളായ കുവൈത്തിലേക്കും ബഹ്റൈനിലേക്കും ഒക്കെ ആക്രമണം നടത്തുന്നത്. ഇതിന്റെ മൂല കാരണമെന്ന് പറയുന്നത് ഒരു രീതിയിലും ഞങ്ങളെ നിയന്ത്രണത്തിലൂടെയല്ലാതെ ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്ന് ഇറാൻ പറയുന്നു. ഇറാൻ അത്തരത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹോർമുസ് ഉപരോധിക്കുമെന്ന് പറഞ്ഞ് മാസങ്ങളോളം ഇറാന്റെ കപ്പലുകൾക്ക് അമേരിക്കയും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അതുവഴി ഇറാന് ബില്യൺ കണക്കിന് എണ്ണ വരുമാനത്തിൽ ഷോർട്ടേജ് ഉണ്ടായി എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ പൊറുതിമുട്ടി നിൽക്കുകയാണെങ്കിലും യുദ്ധത്തിൽ നിന്ന് ഞങ്ങളുടെ അഭിമാനം പണയം വെച്ചുകൊണ്ട് ഒരു കരാറിൽ എത്തില്ലെന്ന് ഇറാൻ വാശി പിടിക്കുകയും എന്നാൽ ആണവായുധം ഞങ്ങൾക്ക് കൈമാറണമെന്നും ഹോർമുസ് കടലിടുക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ തുറക്കണമെന്നുമുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ ആവശ്യത്തെ അപ്പാടെ വിഴുങ്ങാൻ ഇറാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ വിമാന സർവീസുകളും മറ്റുമൊക്കെ പുനരാരംഭിക്കുകയും സാധാരണ നിലയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്ക് തുറക്കാതെ ഈ യുദ്ധത്തിൽ നിന്ന് GCC രാജ്യങ്ങൾക്ക് ഒരു വിരാമം കിട്ടുകയില്ല. അതുമാത്രവുമല്ല, ലോകത്തെ സാമ്പത്തിക പ്രതിസന്ധിയും എണ്ണ ഷോർട്ടേജും ഒക്കെ റെഡിയാവണമെങ്കിൽ തീർച്ചയായും ഹോർമുസ് കടലിടുക്ക് തുറക്കണം. അമേരിക്കയിൽ പോലും ഈ പ്രതിസന്ധി നീങ്ങണമെങ്കിൽ ഈ ഹോർമുസ് കടലിടുക്കിനൊരു പരിഹാരം ഉണ്ടാവാതെ അത് സാധിക്കുകയില്ല. അപ്പോൾ താൽക്കാലിക വെടിനിർത്തലിൽ നിൽക്കുമ്പോഴും ലോകത്തും മേഖലയിലും അശാന്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. ഹോർമുസ് കടലിടുക്ക് തുറക്കുകയും ഒരു കൃത്യമായ ഒരു അന്ത്യത്തിലേക്ക് ഈ യുദ്ധം എത്തുകയും ചെയ്താൽ മാത്രമേ താൽക്കാലികമെങ്കിലും ഒരാശ്വാസം ഉണ്ടായി എന്ന് പറയാനൊക്കുകയുള്ളൂ. ഏതു നിമിഷവും അമേരിക്കയും ഇറാനും വീണ്ടും യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് ചെറിയ ചെറിയ ചില ആക്രമണങ്ങളിലൂടെ തെളിഞ്ഞു വരുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. ഇതിൻ്റെയൊക്കെ ഇടക്ക് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് നമ്മുടെ ട്രംപ് ഇടക്കിടക്ക് വരും, ഈ ലബനാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയിരിക്കുന്നു, ഞങ്ങൾ അതിന് എല്ലാവിധ ഒരുക്കങ്ങളും ഒരുങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ട്രംപിന് വഴങ്ങാൻ ഇസ്രയേലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ആ വാർത്ത വന്നു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം തന്നെ ലബനാനിലുടനീളം അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രയേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ അഴിച്ചുവിടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇറാനുമായുള്ള കരാർ ഇതാ ഒപ്പിടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ സ്റ്റോക്ക് മാർക്കറ്റുകളെയും ലോക എണ്ണ വിലയെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടും ട്രംപ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് മാസങ്ങളോളം. അതായത് ഒരു കരാറിൽ എത്താതെ തന്നെ ഇതാ കരാറിൽ ഒപ്പിടാൻ പോകുന്നു, നാളെ ഒപ്പിടും, ഇന്നൊപ്പിടും, മറ്റന്നാൾ ഒപ്പിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതുമായി അടുത്തെത്തിയിരിക്കുന്നു
എന്നൊക്കെ പറഞ്ഞ് ലോകത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഒരു കരാറിലെത്തുവാൻ അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരു വിജയം നേടുവാൻ ഇറാനിൽ കഴിയുന്നില്ല. വരും ദിവസങ്ങളിൽ അത്തരത്തിലൊരു അന്ത്യത്തിലേക്ക് എത്തുമോ, വീണ്ടും യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ നോക്കി തന്നെ കാണേണ്ടി വരും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.